പുനലൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്ന് സഞ്ജയ് ഖാൻ പിന്മാറി. കെ.സി. വേണുഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സഞ്ജയ് ഖാൻ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. കെ.സി. വേണുഗോപാൽ ചില ഉറപ്പുകൾ നൽകിയതായി സഞ്ജയ് ഖാൻ പറഞ്ഞു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, അങ്ങനെ പുനലൂരിലെ പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ്. ഒരു വിമതനെ പിന്തിരിപ്പിച്ച ശേഷം മറ്റൊരു വിമതൻ എത്തിയതായിരുന്നു കോൺഗ്രസിന്റെ പ്രശ്നം. എന്നാൽ സഞ്ജയ് ഖാനും ചില ഉറപ്പുകൾ നൽകിക്കൊണ്ട് പിന്തിരിപ്പിക്കാനായി എന്നത് കോൺഗ്രസിന് ആശ്വാസകരമാണ്. ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലത്ത് UDFൽ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ഈ തലവേദനകൾ ഒഴിഞ്ഞു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരി. ആദ്യം നെൽസൺ സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയാകാൻ വരുന്നു. അതൊരു തരത്തിൽ പറഞ്ഞ് ഒതുക്കിയ സമയത്തായിരുന്നു അടുത്ത DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഞ്ജയ് ഖാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു പ്രഖ്യാപിക്കുകയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതറിഞ്ഞുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള പാർട്ടി നേതാക്കൾ ബന്ധപ്പെട്ടു. PC വിഷ്ണുനാഥ് രാത്രി വൈകിയും ഒക്കെ ഫോണിൽ സംസാരിച്ച് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ഇരുന്ന് ഒടുവിൽ KC വേണുഗോപാൽ ഫോണിൽ ബന്ധപ്പെടുകയും ഇന്ന് അടൂരിലെത്തി KC വേണുഗോപാലിനെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചില ഉറപ്പുകൾ തനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. സഞ്ജയ് ഖാൻ പറയുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് തന്നോട് തയ്യാറാകാൻ പാർട്ടിയിലെ പല നേതാക്കളും പറഞ്ഞു. അതിനനുസരിച്ചുകൊണ്ട് താൻ മണ്ഡലത്തിൽ സജീവമാവുകയും പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ള കാര്യം തുടങ്ങുകയും ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമാണ് KC വേണുഗോപാലിനെ അറിയിച്ചത്. അടുത്ത തവണ എന്നുള്ളതിനുപരി അടുത്ത ഒരു പുനഃസംഘടന ഉൾപ്പെടെ വരുന്ന സമയത്ത് കൃത്യമായ പരിഗണന നൽകുമെന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. സഞ്ജയോട് സംസാരിച്ചിരുന്നു. പറയുന്ന ഇതാണ്, UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഇനി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇതോടുകൂടെ കൊല്ലം ജില്ലയിലാകമാനം തന്നെ ഒരു ആശ്വാസകരമായിരിക്കുന്ന കാര്യമാണ് UDF സംവിധാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശരി.